ഹലോ. അപ്പോൾ ഇന്നൊരു കറക്കമാണ്. രാവിലെയല്ല, ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങണത് വീട്ടിൽ നിന്ന്. ഒരു 12 മണിക്ക് ഇറങ്ങാൻ കാരണം വീട്ടിലുള്ള ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നേരെ നമ്മുടെ കല്ലമ്പലത്തെടുത്ത് പുതുശ്ശേരി മുക്കാണ് കേട്ടോ. കല്ലമ്പലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാബാവിൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ പോണത്. അപ്പം ഞങ്ങൾക്ക് 2-3 സ്ഥലത്ത് പോവേണ്ട കാര്യമുണ്ട് കേട്ടോ. 2 സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകണം. ഈ ബേക്കിൽ കാണുന്ന സാധനം കണ്ടോ, ഇത് നമ്മുടെ ചൂരലിൻ്റെ ഒരു തൊട്ടിലാണ്. ഇതൊന്ന് റിപ്പയർ ചെയ്യാനും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് മാമിയുടെ വീട്ടിൽ പോകാനും ഉണ്ട് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ 2-3 സ്ഥലത്തും ഷോപ്പിങ്ങൊന്നും അല്ല, 2-3 കടയിലും മേളയിലും ഒക്കെ കയറുന്നത് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷൻ. ഇങ്ങോട്ട് പോകുന്നത് പാരിപ്പള്ളിയിലോട്ടാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് പോകുന്ന ഈ റോഡ് കണ്ടു, ഇത് ആറ്റിങ്ങിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഈ 2 റൂട്ടും അല്ല കേട്ടോ പോണത്, പാരിപ്പള്ളി ആറ്റിങ്ങിലും അല്ല, നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോണത്. ഇവിടെയൊക്കെ പണി നടക്കുകയാണ് കേട്ടോ. പണി നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഈ കല്ലമ്പലത്തിൻ്റെയൊക്കെ ആകെപ്പാടുള്ള ഒരു കോലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ പോകുന്നത് നേരെ വർക്കലയ്ക്കാണ് കേട്ടോ. വർക്കല റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നരിക്കല് മുക്ക് ആണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ചൂരൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഒരു നൊസ്റ്റാൾജിക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലം, ഈ ഒരു സ്കൂള്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ 8 തൊട്ട് 10 വരെ പഠിച്ച എൻ്റെ സ്വന്തം ഞെക്കാട് സ്കൂളാണ് കേട്ടോ. ഗവൺമെൻറ് സ്കൂളാണ്. അതായത് ഈ 3 നിലയിൽ അങ്ങേ അറ്റത്തുള്ള ക്ലാസ്സിലാണ് കേട്ടോ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അത് നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഓട്ടോയിൽ പോകേണ്ട ഒരു കുലുക്കമൊക്കെ ആയിട്ട്. അപ്പം നമ്മളിതേ നരിക്കല് മുക്കുള്ള ഈ ഒരു കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കടയിലത് ആ മാമനാണ് കേട്ടോ. ഈ കടയിൽ ചൂരൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാമനാണ് അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മാമനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കുട്ടി കസേരകളും എൻ്റെ മിന്നൂട്ടിനും ഋതുക്കുട്ടിനും ഒക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കസേരകളൊക്കെ ഉണ്ട്. നമ്മുടെ സാധനം തണ്ട് ഇതാണ് കേട്ടോ, ഈ തറയിലിരിക്കുന്ന തൊട്ടിൽ. അപ്പോൾ ഈ തൊട്ടിലൊന്ന് കെട്ടിയൊക്കെ എടുക്കണം കേട്ടോ. എൻ്റെ ഒരു സ്റ്റാൻഡും കാലൊക്കെ ഒന്ന് ഊരിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് തപ്പിപ്പിടിച്ച് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു കട മാത്രമേ അറിയത്തുള്ളൂ. ഈ കടയാണെന്ന് തോന്നുന്നു. ഏകദേശം എനിക്കും അറിയാവുന്നത് എൻ്റെ അണ്ണനും അമ്മയ്ക്കൊക്കെ ഈ കടയെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അണ്ണൻ്റെ വീട് ഈ ഒരു റോഡ് ചെന്ന് നേരെ കയറുന്ന ശിവഗിരിയാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ അണ്ണൻ്റെ വീട്. അപ്പോഴതേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടിലും കസേരയും അങ്ങനെ എന്തൊക്കെയോ ഒരുപാട്, എനിക്ക് പേരൊന്നും അങ്ങനെ അറിയത്തില്ല, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മൾ കല്ലമ്പലത്തുള്ള സൂറത്ത് ടെക്സ്റ്റൈൽസിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ചിരിക്കുവാണ് കേട്ടോ. എനിക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ചളുപ്പാണ് കേട്ടോ. അതെൻ്റെ ഈ വീഡിയോ എടുത്താൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആളുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും, നാണക്കേടും ചമ്മലും ഒക്കെയാണ്. അപ്പം നമ്മൾ അമ്മയ്ക്കൊരു പട്ടിയാല പാൻറ്റ് വാങ്ങാനായിട്ടാണ് കേട്ടോ അവിടെ കയറിയത്. അതും എടുത്തിട്ട് നേരെ നമ്മൾ വന്നത് മദീനയിലാണ്. ഇത് നമ്മുടെ സ്വന്തം മദീന ഫാൻസിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കല്ലമ്പലത്തുള്ള ഒരു ഫാൻസിയാണ്, ഇവിടെയാണ് കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ള ഞാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ നമ്മളൊരു കെ ബസാറിലോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കല്ലമ്പലത്തിന് ഞാൻ ഈ ഒരു കടയിൽ, ഈ ഒരു മേളയിൽ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അമ്മ നേരത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്ന് അങ്ങോട്ട് കയറിയപ്പോഴും എനിക്ക് അങ്ങ് ഇതുമാത്രം സാധനമാണെന്ന് അറിയപ്പോൾ ഉള്ളത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ ഭരണിയൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. എന്നുവെച്ചാൽ ഒരുപാട് ഭരണികൾ, ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ ഭരണികളോടും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ പറ്റിയ ഭരണികളായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊന്നും എടുത്തില്ല. ഇതെല്ലാം വീഡിയോ എടുത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഈ ഒരു കുട്ടി സാധനം നോക്കുന്നത്, ആവശ്യം നമുക്ക് ഇപ്പോൾ ഒരു കീച്ചേൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ അതിലിരിക്കുന്ന ഒരു ശിവനെ കണ്ടു, ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒക്കെ കുട്ടി ക്രാഫ്റ്റിനൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ഒരു സാധനം അല്ല നോക്കിയത്, ഞാൻ വേറൊരു സാധനം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണിലുടക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഋതുക്കുട്ടൻ ഓടി അവൻ്റെ സാധനത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ എവിടെ പോയെന്ന് അവന് ഈ ഒരു സാധനം വേണം. ഈ ഒരു കാറ് വണ്ടി അവന് ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ കണ്ടോ, അതൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഈ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയുള്ള ഒരു പ്ലാന്റൊക്കെയാണ്, ബോൺസായി പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു, അഫോർഡബിളും ആണ് കേട്ടോ. നല്ല ഒരു പ്രൈസ്, നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നൊക്കെ വിലയാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഒരുപാട് സാധനമൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ഉള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഈ കടയിലൊക്കെ കയറുമ്പോഴായാലും എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അരിച്ച് പെറുക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നേരെ നമ്മുടെ കല്ലമ്പലത്തുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്കൊന്ന് വന്നിട്ടോ. അവിടെ നിന്ന് എനിക്ക് 2-3 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. ഇതാണ് ആര്യവൈദ്യശാല. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബേക്കേഴ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ
ഫ്രൂട്ട്സും എല്ലാം ഉള്ളൊരു ബേക്കറിയാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴവും ഓറഞ്ചും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് അപ്പോഴും തന്നെ ഋതുക്കുട്ടൻ അവിടെ നിന്ന് തപ്പിപ്പിടിച്ച് അവന് ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓറഞ്ചും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് അങ്ങാടി കടയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഒരു കടയിൽ കയറുന്നു, അടുത്ത കടയിൽ കയറുന്നു, അടുത്ത കടയിൽ കയറുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണല്ലോ. അങ്ങാടിക്കടയിൽ വന്നത് എനിക്ക് ഈ ഒരു കുമിഞ്ചാനുണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് സത്യത്തിൽ ഇവിടെ വന്നത്. അത് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണെന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെ എവിടെയും പോകണില്ലല്ലോ. അപ്പം ഒരു പോക്കിൽ തന്നെ നമുക്കുള്ള സാധനങ്ങൾ ഉള്ളിടത്തൊക്കെ നമ്മളങ്ങ് പോകാനായിട്ട് നോക്കും കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഈ ഒരു വിജനമായ കാട്ടിക്കൂടി പോകണമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഇത് റബ്ബറാണ് കേട്ടോ, ഫുള്ള് റബ്ബറാണ്. ഞങ്ങൾ മാമിയുടെ വീട്ടിലേക്ക് ഇതാണ് കേട്ടോ മാമിയുടെ വീട്. അവിടെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഇത് ഫുള്ളുണ്ട്, മുകളിൽ ഫുള്ള് റബ്ബറാണ് കേട്ടോ. അങ്ങനെ ഒരു കാട് പോലും നമുക്ക് തോന്നുന്നത്. നല്ലൊരു രസമാണ് കേട്ടോ ഈ റബ്ബറൊക്കെ. നമ്മുടെ വീട്, എൻ്റെ വീടും ആദ്യം റബ്ബറിൻ്റെ ഇടയിലായിരുന്നു, പിന്നെ റബ്ബറൊക്കെ മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ആരെയും കാണാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇത്രയും നേരം നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്തതും എല്ലാവരും പല ദിശയിലായിട്ട് പരതി ഓടിക്കളഞ്ഞ്. പിന്നെ ഞാൻ അകത്തോട്ട് ഇങ്ങനെ തള്ളിക്കയറി ചെല്ലുന്നത് അവരേക്ക് ഒന്ന് കാണാൻ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ഇവിടെയുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നല്ല എന്തുകൊണ്ട് ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഇങ്ങനെ പഴയ കാര്യങ്ങളും ഫോട്ടോകളും ഇങ്ങനെ പൂക്കളും ഒക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ട് പഴയ ഒരു ഫോൺ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങാൻ നേരിച്ചപ്പോൾ അവർ നമ്മളെ നിർബന്ധിച്ച് ഫുഡ് തീറ്റിപ്പിച്ചതാണ് കേട്ടോ. ഇവരൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ട് ചെന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ആരും അറിയാത്ത ഭാവം നടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബലം പിടിച്ചൊക്കെ നിന്നേണ്. ബലം പിടിച്ച് നിന്നതൊക്കെ ഞാൻ പിന്നെ ഒരു ഹായിയൊക്കെ പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മയപ്പെടുത്തി എടുപ്പിച്ചത് മാമിയുടെ അമ്മയാണ് കേട്ടോ. ആ നിൽക്കുന്നതോ അവിടെ നിൽക്കുന്നതാണ് മാമി കേട്ടോ. മാമി പയ്യെ അങ്ങ് തിരിഞ്ഞ് എസ്കേപ്പ് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ തന്നെ നല്ല റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റൈസും ചിക്കനും പപ്പടമൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് ഇത് മാമിയുടെ അനിയത്തിയാണ് കേട്ടോ. മാമിയുടെ അനിയത്തി മോനുമാണ്. 1.5 വയസ്സായതേ ഉള്ളൂ കേട്ടോ മോന്. അവനെ കൊണ്ട് ഹായ് പറയിപ്പിക്കാൻ മാക്സിമം നോക്കി നടന്നില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അണ്ണ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മിന്നൂട്ടി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അവൾ അങ്കൻവാടി വിട്ടിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അത് ഈ ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാണക്കാരിയാണ്, ഓടിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച് നിർത്തിയെടുത്തതാണ്. ഇത് മാമിയുടെ മോളാണ് കേട്ടോ, വൃന്ദക്കുട്ടി. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഇളയാൾ. അവൾ പഠിക്കാൻ പോയേക്കുവാണേ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ എല്ലാവരും നമുക്ക് ടാറ്റയൊക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോയിൽ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടവട്ടാവ് എത്തിയപ്പോൾ അണ്ണ മിന്നൂട്ടി നമ്മൾ ഓട്ടോയിൽ ഇങ്ങ് കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇനി വീട്ടിൽ വന്നു. സംഗതി അണ്ണൻ്റെയിലായിരുന്നു താക്കോലിരുന്നത് വീട്ടിൻ്റെ. അത് വാങ്ങാതെ ഇങ്ങ് വന്നു കേട്ടോ. അങ്ങനെ വീടും അടച്ച് നമ്മളിതാ ഇങ്ങനെ സിറ്റൗട്ട് വന്ന് ഇരിക്കുവാണ്, കഥവടച്ചിട്ടേക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റോളം, 15 ഒരു അരമണിക്കൂറോളമെങ്കിലും അവിടെ ഇരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അണ്ണൻ പിന്നെ എവിടെ കടയിലൊക്കെ പോയി കറങ്ങിയൊക്കെയാണ് കേട്ടോ പിന്നെ വന്നത്. അങ്ങനെ എൻ്റെ മിന്നൂട്ടി ഉണ്ട്, അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ കരുതി മിന്നൂട്ടിയുടെ ബാഗിൽ അങ്ങനെ ചാവി ഇട്ടേക്കുവായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞ ചാവി ഇല്ലെന്ന്. പിന്നെ വിളിച്ചപ്പോൾ എനിക്കാണെങ്കിൽ സത്യത്തിൽ ദേഷ്യം വന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ ഒരാൾ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ദേഷ്യവും വന്ന് ഇങ്ങനെ വന്ന് ഇരിക്കുമല്ലായിരുന്നു. വഴക്ക് പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തൂങ്ങിക്കിടക്കുന്ന കവർ കണ്ടപ്പോഴേ ഞാനങ്ങ് തണുത്ത് കേട്ടോ. അതിൽ നല്ല ചൂട് വടയും വഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം കണ്ടോ, ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ. ആ ബോൺസായി പോലത്തെയൊക്കെ സൂപ്പറായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. എനിക്ക് വല്ല ഷെൽഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പറക്കി വെക്കാമല്ലോ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതും കുറച്ച് സ്ഥലങ്ങളിൽ പോയതും ഒക്കെ കുഞ്ഞായിട്ടൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, കുട്ടി വ്ളോഗായിട്ട്. പിന്നെ ഇനി ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ബേക്കിൽ കാണുന്നത് എൻ്റെ മിന്നൂട്ടിയും ഋതുക്കുട്ടനും കൂടി വരച്ചു കൂട്ടിയ അവരുടെ ഒരു കലാ സൃഷ്ടിയാണ് കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ.